Morning. Good morning, miss. Good morning. Good morning, ma'am. Okay, അപ്പൊ നമ്മുടെ ഡിസ്ചാർജ് പ്രോസസ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 4th മൊഡ്യൂളിലെ 7th ചാപ്റ്റർ ആണ് കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ചാപ്റ്റർ എല്ലാവരും എടുത്തോ? ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? എന്താ ക്വാളിറ്റി? ആ, ഗുണങ്ങൾ അല്ലെ? ഓക്കെ, ഗുണം. പിന്നെ എന്തെങ്കിലും വേറെ കമന്റ് ഉണ്ടോ? മികവ്. ഓക്കെ, നിലവാരം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്തെങ്കിലും? ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്വാളിറ്റിയിലെ ഡിഫറെന്റ് വേർഡ്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പലതരത്തിലാണല്ലേ നമ്മള് ക്വാളിറ്റിനെ നമ്മൾ പറയുന്നത് അല്ലെ? നിലവാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മികവ് എന്ന് പറയാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ ഗുണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് എന്താണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ അവിടെ എന്തായിരിക്കാം ക്വാളിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും? എന്തായിരിക്കാം? ക്വാളിറ്റിയുമായിട്ട് എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റാം? സർവീസ് അല്ലെ? ആ, ഓക്കെ, സർവീസ് നമുക്ക് പറയാൻ പറ്റും. ആ, മികച്ച സേവനം അല്ലെ? ഓക്കെ, എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ് അല്ലെ? അവിടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെ, രോഗികൾക്ക് നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കെയർ വേണം കൊടുക്കാൻ അല്ലെ? ഓക്കെ, ക്വാളിറ്റിയോടെയുള്ള കെയർ വേണം കൊടുക്കാൻ, ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ വേണം കൊടുക്കാനായിട്ട്. ഇനി അല്ലാത്ത പക്ഷം ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ എന്താ സംഭവിക്കാം? എന്താണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് പറയാൻ പറ്റുമോ? ക്വാളിറ്റിയോടെ അല്ലെങ്കിൽ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് രോഗികൾക്ക് കെയർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ഡിസ്അഡ്വാൻറ്റേജസ്? ആ, പേഷ്യൻസ് കുറയാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? ഓക്കെ, പിന്നെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? പ്രോഫിറ്റ് കുറയും. ഓക്കെ, പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലെ? ആ, ഗ്രോത്ത് കുറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പേഷ്യൻസ് വരികയുള്ളൂ, അതുപോലെ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ.
അതുപോലെ തന്നെ എന്താണ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം വാട്ട് ഈസ് ക്വാളിറ്റി. ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താണ് ക്വാളിറ്റി. ഓക്കെ, ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എന്താ പറയുന്നത്, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എന്താണ്, ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അല്ലെ, അതിനെയാണ് അവൻ ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This can be a service, example canteen service, or a product, example wristwatch. രണ്ട് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം അല്ലെ. സർവീസ് എന്ന് പറയുമ്പോ ക്യാൻറ്റീൻ സർവീസ്, നിങ്ങളിപ്പോ ഒരു ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഒക്കെ കയറി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോ നിങ്ങൾ മറ്റുള്ളവരോട് പറയാറുണ്ട് എന്താണ്, നല്ല ക്വാളിറ്റി ആണ് അല്ലെ, നല്ല നല്ല കാര്യങ്ങൾ ആ ഹോട്ടലിനെ കുറിച്ച് പറയും അല്ലെ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഫുഡ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവിടെ സർവീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ആ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാ പറയും, എന്തൊക്കെയാ പറയാ. എന്ത് പറയാറുണ്ട്, ഒന്നും പറയില്ലേ. ക്ലീൻ ആണെന്ന് പറയാറുണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ എന്താണ്, സർവീസ് സൂപ്പർ ആണ്, അങ്ങോട്ട് പോയി നോക്കാൻ പറയുന്നു അല്ലെ. ഓക്കെ, ഫുഡ് നല്ലതാണ് അല്ലെ. പിന്നെ എന്തൊക്കെ പറയും, പിന്നെന്തൊക്കെയാ പറയാ, ഓർത്തു നോക്കിയേ. ആ ഹോട്ടലിനെ കുറിച്ചൊന്നും പറയില്ല, ഗുഡ് ക്വാളിറ്റി ആണെന്ന് പറയും, നല്ല ക്വാളിറ്റി ഫുഡ് ആണെന്ന് പറയാറുണ്ട്. ഓക്കെ അല്ലെ, അവിടുത്തെ ബിഹേവിയർ അല്ലെ മറ്റുള്ളവരോട്, പ്രൈസ് ബെറ്റർ ആണെന്ന് പറയും. ഓക്കെ, നല്ല പോയിന്റ് ആണ് അല്ലെ. സാധാരണക്കാരന് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു എന്താണ്, ഒരു എന്താ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് പേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണെന്ന് പറയാറുണ്ട് നമ്മൾ. വാല്യൂ ഫോർ മണി. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ആ പൈസക്ക് എന്താണ് അവിടുത്തെ ഫുഡ് എന്തെന്ന് പറയാൻ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബിഹേവിയർ, അവിടുത്തെ ബിഹേവിയർ അല്ലെ, സ്റ്റാഫുകളുടെ ബിഹേവിയറെ കുറിച്ച് നമ്മൾ പറയില്ലേ, നല്ല രീതിയിൽ പെരുമാറ്റം ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് റിസ്റ്റ് വാങ്ങിച്ചു, ഒരു വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ആളുകളോട് പറയും. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ആളുകളോട് പറയുന്നത്, ആ പ്രൊഡക്റ്റിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കാം, ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ട്. ക്വാളിറ്റി പറയാറുണ്ട്. ഓക്കെ, പിന്നെന്താ, മോഡല്. ഓക്കെ, പിന്നെ വർക്കിംഗ് കണ്ടീഷൻ. ഓക്കെ, അത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട് അല്ലെ, നല്ല രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്. പിന്നെന്താ, വാറന്റി നോക്കാറുണ്ട്. ഡ്യൂറബിലിറ്റി അല്ലെ, പ്രൈസ് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അതുപോലെ ചിലവർക്ക് ഇഷ്ടം അതിന്റെ റാപ്പിംഗ് ആയിരിക്കാം, പാക്കിംഗ് ആയിരിക്കാം. അതുപോലെ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ നോക്കും അല്ലെ, ക്വാളിറ്റി, പ്രൈസ്, ഇവയെല്ലാം നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, ഇനി എന്താണ്, പേഴ്സൺസ് ജഡ്ജ്മെന്റ് about a service or product relies on what he offers for it or from it. എന്താണ് പറയുന്നത്, ഒരു പേഴ്സൺ ഒരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സർവീസിനെയോ ജഡ്ജ്മെന്റ് അല്ലെ, അവൻ വിലയിരുത്തുന്നത് എങ്ങനെയാണ്,
അതിൽ നിന്നും ആ പ്രൊഡക്റ്റിൽ നിന്നും അവന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവൻ ആ പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ആ സർവീസിനെയോ വിലയിരുത്തുന്നത് അല്ലെ. നമ്മളായാലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ലഭിച്ചു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ നല്ല പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ കൊള്ളാം അല്ലെ, ഇത് വാങ്ങിച്ച് നമ്മൾ കൊടുത്ത വിലയ്ക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ഓൺലൈനിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. ഇല്ലേ, മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ചുരിദാർ സെറ്റുകൾ അല്ലെ, മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഏതൊരു പ്രൊഡക്റ്റ് ആയാലും ഇപ്പൊ എല്ലാവരും ഓൺലൈനിൽ കൂടെയൊക്കെയാണ് വരുത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ നല്ലതാണ്, അതുപോലെ തന്നെ അവിടെ ഡെമോ ചെയ്യുന്ന ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നി നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. അപ്പോ തിരിച്ച് നമ്മളുടെ കയ്യിൽ അത് കിട്ടുമ്പോ, ഓർഡർ കൊടുത്ത് നമ്മളുടെ കയ്യിൽ അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ എല്ലാവരോടും പറയും അല്ലെ. അല്ലാത്ത പക്ഷം നമ്മൾ പറയാറുണ്ട്, നമ്മളെ കണ്ട ചില ഒരു എന്താണ് ഈ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ നോക്കി ഓൺലൈനിൽ കൂടി വരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ആളുകൾ പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാ പറയാറ് അങ്ങനെ? മെറ്റീരിയൽസ് ഒക്കെ എന്തുകൊണ്ടാ അങ്ങനെ പറയാറ്? തുണികളൊക്കെ വാങ്ങിക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറയാറ് എന്തായിരിക്കാം? ക്വാളിറ്റി ഉണ്ടാകില്ല അല്ലെ. നമ്മളവിടെ കാണുമ്പോ അവിടെ ഡെമോ ചെയ്ത് നിൽക്കുമ്പോ നല്ല ഭംഗിയായിരിക്കാം. അതുപോലെ തന്നെ കളറ്, ഇപ്പോ ചിലപ്പോ നമ്മള് റെഡ് ആയിരിക്കാം നമ്മൾ സെലക്ട് ചെയ്തത്, വരുമ്പോ ചിലപ്പോ എന്തായിരിക്കാം, വേറെ കളർ ആയിരിക്കാം അല്ലെ. കളറ് മാറാറുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മൾ കൊള്ളാതെ അല്ലെ, ഒട്ടും കൊള്ളില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. സൈസിന്റെ ഡിഫറൻസ് അല്ലെ, നമുക്ക് ചിലപ്പോ ചെറുതായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര ലാർജ് ആയിരിക്കാം അല്ലെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡിഫക്റ്റുകളും ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ പേഴ്സൺ എന്താണ് അവിടെ കൊടുക്കുന്ന സർവീസിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെയോ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് അവൻ അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. ഇനി നോക്കിയേ, സം ഓഫ് ദി വേർഡ്സ് used to explain qualities are. Okay, ക്വാളിറ്റിയെ ഡിഫറെന്റ് വേർഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അല്ലെ. നിങ്ങൾ പറഞ്ഞു അല്ലെ, ഡ്യൂറബിള്, പ്രൈസ്, ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ പറയാറില്ലേ നിങ്ങള്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിഫറെന്റ് വേർഡ്സുകളാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് നമ്മൾ പറയാറുണ്ട് അല്ലെ. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് ഇല്ലേ. ഓക്കെ, അതാണ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ അട്രാക്റ്റീവ്. ഇനി എന്താണ്? ഡ്യൂറബിൾ അല്ലെ. നമ്മളിവിടെ പറഞ്ഞു, കമന്റ് കണ്ടു, ഒരു കുട്ടി പറഞ്ഞു അല്ലെ, ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിള്, ലോങ് ലാസ്റ്റിക് ആണ്. ഇനി എന്താ പറയുന്നത്? ഇനി മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നത് കൊണ്ട് നമ്മള് ആ സർവീസിനെ നമ്മള് നല്ല രീതിയിലുള്ള സർവീസ് ആണെന്ന് പറയും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി എന്താണ്? ഹെൽത്തി അല്ലെ, ആരോഗ്യമുള്ളത് കൊണ്ടാവാം, നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാവാം. ഇനി എന്താണ്? വാല്യൂ ഫോർ മണി, നമ്മൾ കൊടുക്കുന്ന പണത്തിന് ആ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ സർവീസ് നല്ല രീതിയിൽ തരുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിഫറെന്റ് വേർഡ്സ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. The different words are used to describe quality. We would describe it as the extent to which a product or service contains a person or a group, that is how much satisfaction the person receives from the service. Okay, നമ്മൾ കണ്ടിരുന്നു ഡിഫറെന്റ് വേർഡ്സ് ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം. ഗ്രൂപ്പിൽ നിന്നൊക്കെ നമ്മള് ഒരു പേഴ്സൺ ആയാലും ഒരു ഗ്രൂപ്പ് വൈസ് ആയാലും ആ സർവീസിൽ നിന്ന് എന്ത് ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് അവന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് അല്ലെ. ഒരു പേഴ്സൺ ആയാലും ഒരു ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്വാളിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പല വിധത്തിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്.
ആ സർവീസിൽ നിന്ന് അവന് എന്ത് സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു, അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിൽ നിന്ന് അവന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി ലഭിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് ക്വാളിറ്റിയെ ഓരോരുത്തരും അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈസ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് പോർഷൻ ആണ് വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ. കേട്ടോ, ക്ലിയർ ആണ്? ഓക്കെ, നമുക്ക് വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ എന്നുള്ളത് നോക്കാം. When we say quality of care, we mean healthcare activities that be in the medical, nursing, laboratory field, etc. അപ്പൊ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്? ക്വാളിറ്റി ഓഫ് കെയർ എന്നത് എന്താണ്? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ്, ഈ 3 മേഖലകളിൽ നിന്നും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങള് കൊടുക്കുന്നതാണ്. ഓക്കെ, ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 3 മേഖലകൾ നമ്മൾ പറഞ്ഞു അല്ലെ. മെഡിക്കല്, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ്, ഈ 3 മേഖലകളിൽ നിന്നും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങള് കൊടുക്കുക എന്നതാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഇനി execute daily to benefit our patient without causing harm to them. അപ്പൊ ഇവിടെ പറയുന്നത് ഇതെങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം? ഡെയിലി അത് എക്സിക്യൂട്ട് ചെയ്യണം അല്ലെ. ഇങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങള് ഡെയിലി രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യണം എന്നാ പറയുന്നത്? വിത്തൗട്ട് കോസിങ് ഹാം ടു ദം അല്ലെ. അവർക്ക് നല്ല രീതിയിൽ പ്രയോജനകരമാം വിധമാകണം. ഓക്കെ, അവർക്ക് ദോഷം ഉണ്ടാക്കാത്ത രീതിയിലും അവർക്ക് ഏറ്റവും ബെനഫിറ്റ് ആയിട്ടുള്ള രീതിയിലും വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. ഇനി എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ റിക്വയർസ് ദാറ്റ് we pay attention to the requirements of patient and client. നമ്മൾ നല്ല രീതിയിൽ അല്ലെ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോ നല്ല രീതിയിൽ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അവിടെ വരുന്ന പേഷ്യൻസിനായാലും ക്ലയൻസിനായാലും കൊടുക്കേണ്ടത്. നമ്മളുടെ ആവശ്യമനുസരിച്ച്, റിക്വയർമെന്റ്സുകൾ അനുസരിച്ച് നല്ല രീതിയിൽ ശ്രദ്ധയോട് കൂടിയിട്ട് അല്ലെ, ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. We must also use the methods that have been verified to be safe, affordable, and can lessen death, illness, and disability. Furthermore, we are expected to practice as stated into 6 standards as laid down by clinical guidelines and proposals. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. ഇനി ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ അങ്ങനെയുള്ള ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്? സേഫ് ആയിട്ട് കൊടുക്കണം അല്ലെ, സുരക്ഷതയോട് കൂടിയിട്ട് സുരക്ഷിതമായിട്ട് കൊടുക്കണം, സേഫ് ആയിട്ടും അഫോർഡബിൾ അല്ലെ, അവർക്ക് നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെ, കോസ്റ്റ് കുറച്ചുകൊണ്ട് സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലും can lessen death, മരണങ്ങള് കുറച്ചുകൊണ്ടുമായിരിക്കണം ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. അതുപോലെ ഇൽനെസ് അല്ലെ, രോഗങ്ങള് കുറച്ചുകൊണ്ട്. ഇനി ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകല്യങ്ങള് കുറയ്ക്കുന്ന രീതിയിലുമായിരിക്കണം കൊടുക്കാനായിട്ട്. അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മള് ക്വാളിറ്റി ഓഫ് കെയർ ഓരോ ജനങ്ങൾക്കും ഓരോരുത്തർക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? സേഫ് ആയിട്ടും അഫോർഡബിൾ ആയിട്ടും ലെസൺ ഡെത്ത്, ഇൽനെസ് ആൻഡ് ഡിസേബിലിറ്റി. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്? we expected to practice the safety in the set of standards as laid down by clinical guidelines and protocols. ഇനി എന്താ പറയുന്നത്? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നിലവാരമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഓക്കെ, പ്രോട്ടോകോൾസും അതുപോലെ തന്നെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകളും പാലിച്ചുകൊണ്ട് വേണം
ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങളും സർവീസുകളായാലും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. With the quality of care, we do not exact things at the exact time. ഇനി എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോ ഏതൊക്കെ ടൈമിലാണ്? കറക്റ്റ് ടൈമിൽ നമ്മള് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കണം അല്ലെ? ഓക്കെ. ഇനി we check patients promptly, make the right diagnosis and give the apt treatment. എന്ത് ചെയ്യണം? ഒരു രോഗി ഇപ്പോ ഡോക്ടറെ കാണാനായിട്ട് വന്നു. അപ്പൊ കറക്റ്റ് ആയിട്ടല്ലേ റൈറ്റ് ശരിയായ രീതിയിൽ ഡയഗ്നോസിസ് ചെയ്യുകയും രോഗനിർണയം നടത്തുകയും അതിനെ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതാണ് പറഞ്ഞത്, കറക്റ്റ് എക്സാക്ട് ടൈമിൽ തന്നെ രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. With quality of care, we keep on enhancing our standard of service till excellence is got. Okay, ഇവിടെ പറഞ്ഞ സെയിം ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താ പറഞ്ഞത്? Quality of care, we keep on enhancing our standards of services till excellence is got. Okay, നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച കെയറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, മികച്ച കെയർ കൊടുക്കുന്നതിന് വേണ്ടതായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം എന്ത് ചെയ്യണം? ഉയർത്തി കൊടുത്താൽ മതി അല്ലെ? പബ്ലിക്കിലെ നല്ല നിലവാരത്തോടു കൂടി ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ എന്ത് കൊടുക്കണം അവർക്ക്? അവിടെ വരുന്ന ജനങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടും അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന സർവീസിന്റെയും നിലവാരം നമ്മൾ ഉയർത്തണം. അപ്പൊ എന്ത് ചെയ്യും? പബ്ലിക്കില് നമ്മുടെ ഹോസ്പിറ്റല് നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിലനിൽക്കും. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാല്. ഒന്ന് വായിച്ചു നോക്കി ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും അതുപോലെ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്. 9 കമ്പോണൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻസ് ആണ്. ഓരോ കമ്പോണൻസും ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ എത്ര കമ്പോണൻസ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഓരോന്നും പഠിച്ചു വെക്കുക ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ക്വാളിറ്റി ഹെൽത്ത് കെയർ health services has many parts. We should understand this in order to refine quality of care. The parts are listed in the box below. We shall look briefly at each of the parts. So,
എന്താണ് ക്വാളിറ്റി ഓഫ് കെയറിന് അല്ലെ, നല്ലൊരു ക്വാളിറ്റി സർവീസിന് മെനി പാർട്സുകൾ ഉണ്ട് അല്ലെ. നമ്മളിവിടെ കാണുന്നുണ്ട് 9 കമ്പോണൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോ നല്ലൊരു സർവീസ് കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കമ്പോണൻസിനെ കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഫസ്റ്റ് കമ്പോണന്റ് ഏതാണ്? ആക്സസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ഓക്കെ, ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേശനം. ആക്സസ് മീൻസ് 1 minute കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആണ് ആക്സസ്, പ്രവേശനം. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്? ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാല് സാങ്കേതിക കഴിവ്. സാങ്കേതിക കഴിവ്. ഇനി എന്താണ്? ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി അറിയാൻ പറ്റുമല്ലോ. ഇക്വിറ്റി ഇക്വിറ്റി എന്താ? സമത്വം. ഓക്കെ, ആക്സസ്, പ്രവേശനം, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്, ഇക്വിറ്റി, എന്താണ്? സമത്വം. ഇനി എഫക്റ്റീവ്നെസ് എന്താണ്? എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് ഫലപ്രാപ്തി. ഫലപ്രാപ്തി. ഇനി എന്താണ്? എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് കാര്യക്ഷമത. എഫിഷ്യൻസി മീൻസ് കാര്യക്ഷമത. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, തുടർച്ച അല്ലെ, തുടർച്ച. നെക്സ്റ്റ് സേഫ്റ്റി, സുരക്ഷ അല്ലെ. സേഫ്റ്റി മീൻസ് സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാല് എന്താണ്? വ്യക്തിബന്ധങ്ങൾ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. എമ്യൂണിറ്റീസ്. എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗകര്യങ്ങൾ. സൗകര്യങ്ങള്, ഫെസിലിറ്റീസ്. അതിനെയാണ് എമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങള്. ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, 9 കമ്പോണൻസ് മനസ്സിലായോ? ഫസ്റ്റ് വൺ പറഞ്ഞത് ആക്സസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ഇക്വിറ്റി, ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ലാസ്റ്റ് വൺ എമ്യൂണിറ്റീസ്. ഫസ്റ്റ് വൺ ആണ്, അതിലെ ഫസ്റ്റ് വൺ ആണ് ആക്സസ് ടു സർവീസ്. എന്താണ്? സർവീസിലേക്കുള്ള പ്രവേശനം. ഓക്കെ, ആക്സസ് ടു സർവീസ്, സർവീസിലേക്കുള്ള പ്രവേശനം. Everyone should have an entry to quality health care അല്ലെ. എന്താണ്? Everyone should have an entry to quality health care. എന്താണ്? ഹെൽത്ത് കെയർ അല്ലെ, ആരോഗ്യ പരിചരണത്തിലേക്ക് അല്ലെ, ആരോഗ്യ പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രവേശനമുണ്ട് അല്ലെ, ഹോസ്പിറ്റലുകളിലേക്ക് ഇല്ലേ. എല്ലാവർക്കും എന്തുണ്ട്? പ്രവേശനമുണ്ട്. Entry refers to the ability of the individual to obtain health services. Some of the factors that can affect entry are. അപ്പോ എൻട്രി എന്താണ് ചോദിക്കാം. എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രി എന്താണ്? പ്രവേശനം അല്ലെ. ഓക്കെ, എൻട്രി എന്ന് പറഞ്ഞാൽ പ്രവേശനം. എന്താണ് എൻട്രി? Entry refers to the ability of the individual to obtain healthcare service. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എൻട്രി എന്താണ് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻറ്റ് ആണ്. എൻട്രി എന്താണ്? refers to the ability of the individual to obtain health services. Okay, എൻട്രി എന്ന് പറഞ്ഞാല് ഒരു ഹെൽത്ത് കെയർ സർവീസസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്. ഓക്കെ, ഒരു ഹെൽത്ത് കെയർ സർവീസസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ സർവീസസ് നേടാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവ്. ഇനി അതില്
അതിനായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഈ പ്രവേശനത്തെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ്, അതുപോലെ ഫിനാൻഷ്യൽ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഓക്കെ, 3 ഫാക്ടേഴ്സ് ആണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത്. ഇനി ഡിസ്റ്റൻസ് എന്താണ്? എക്സാമ്പിൾ, the health facility is situated far away or it is difficult to get transported to the facility. Access to the quality health care becomes a problem. ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ആണല്ലേ. നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ സർവീസ് ലഭിക്കാനായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. എങ്ങനെ പറ്റും? നല്ലൊരു ബെറ്റർ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ടല്ലേ, ട്രാൻസ്ഫർ ചെയ്യാറുണ്ടല്ലേ. നമ്മുടെ ഈ ജില്ലയിൽ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് മറ്റു ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് രോഗികളെ, ഇല്ലേ? ബെറ്റർ ഹെൽത്ത് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്? ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. ഇനി അതുപോലെ തന്നെ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് എന്ത് വരാം? ഡിസ്റ്റൻസ് കൂടുമ്പോ ഹെൽത്ത് കെയർ പ്രോബ്ലംസ് വരാം. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. അപ്പോ അതൊക്കെയാണ് ഡിസ്റ്റൻസിൽ വരുന്ന പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ആണല്ലേ. നല്ല രീതിയിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് രോഗികൾക്ക് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ. ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഡിസ്റ്റൻസിൽ പറഞ്ഞത് നമ്മുടെ ഇപ്പോ ഈ ജില്ലയില് നല്ല രീതിയിലുള്ള ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഓക്കെ, ഡിസ്റ്റൻസ് ദൂരം ഒരു ഫാക്ടർ ആണ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ കൊണ്ടുപോകുമ്പോ ദൂരം കൂടുതലായത് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രോഗികൾക്ക് ഡിഫിക്കൽട്ടീസ് വരാം, ഹെൽത്ത് കെയർ ഡിഫിക്കൽട്ടീസ് സംഭവിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ. ഫിനാൻഷ്യൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. എക്സാമ്പിൾ, പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റ്. എന്താണ് ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാല്? ഇപ്പോഴത്തെ കാലത്തല്ലേ, പണ്ട് കാലങ്ങളിലൊക്കെ അധികം പൈസയൊന്നും ആവില്ലല്ലേ ഹോസ്പിറ്റലിൽ പോകുമ്പോ. ഇപ്പോഴത്തെ കാലത്താണെങ്കിലോ വെറുതെ ഒന്ന് ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ചുമ അല്ലെങ്കിൽ ഒരു പനി വന്നാലും മതി അല്ലെ. ഇപ്പൊ ഡോക്ടറെ കാണുമ്പോഴാണ് ഡോക്ടർക്ക് ഫീസ് കൊടുക്കണം. അതുപോലെ തന്നെ ഡോക്ടർ എഴുതുന്ന മരുന്ന് വാങ്ങിക്കാനായിട്ട്, അതുപോലെ തന്നെ രോഗിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഓട്ടോയിലോ അല്ലെങ്കിൽ കാറിലൊക്കെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് നമ്മൾ ചാർജ് കൊടുക്കണം അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള ഫീസുകൾ നമുക്ക് ആകുന്നുണ്ട്. അതുപോലെ ഇപ്പൊ സ്കാൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്താണ്, സ്കാനിങ്ങിന് കാശ് കൂടും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കാശ് അല്ലെ, ക്യാഷ് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ലാത്ത അവസ്ഥ, അതും എന്താണ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ സേവനം കിട്ടാനായിട്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, കൾച്ചറൽ ബിലീഫ് വാല്യൂസ് അല്ലെ. സംസ്കാരം, കൾച്ചർ എന്ന് പറഞ്ഞാല് സംസ്കാരം. ബിലീഫ് എന്താണ്? വിശ്വാസം. അതുപോലെ വാല്യൂസ് അറിയാം, മൂല്യം. The service provided may not be in keeping with the culture, belief and values of some people. ഇപ്പോ ചില പ്രായമായവർ, ഇപ്പൊ ഓർത്തഡോക്സ് ഒക്കെ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ പ്രായമായവർക്ക്, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ അവര് അല്ലെങ്കിൽ ഇപ്പോഴും അവരെന്താണ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് മടിയാണല്ലേ അവർക്ക് അല്ലെ. ഇപ്പൊ അപ്പന്മാരോ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പനിയോ ചുമയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നാലും അവർക്ക് ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോകാം അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് മടിയാണ് വരാൻ. അവർ തീരെ സമ്മതിക്കില്ല അല്ലെ. പണ്ട് കാലത്തുള്ള അമ്മമാരൊക്കെ ആണെങ്കിലോ പനി വന്നിട്ടുണ്ടെങ്കിൽ അവര് ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചിട്ട് അവര് പറയാ, എന്റെ വീടിന്റെ അടുത്തൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിളിച്ചു. അപ്പൊ ആള് പറയും, പനി വന്നിട്ടുണ്ടെങ്കിൽ പനിച്ചു പോണം, ഡോക്ടറെ അടുത്ത് അവര് തീരെ പോകില്ല. അപ്പൊ ഞാൻ ചുക്ക് കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കുടിച്ചിട്ടാണ് അവര് ഈ എന്താണ് പനിയൊക്കെ മാറ്റിയിരുന്നത്. ഡോക്ടർക്ക് തീരെ പോവാറില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ എന്റെ വീട്ടിലുള്ള ഡാഡി ആയിട്ടുണ്ടെങ്കിലും ഹസ്ബൻഡിന്റെ ഫാദർ, അതായാലും മരുന്ന് കാലുവേദന
ഓക്കെ ഓക്കെ പോവില്ല അല്ലെ. ഓക്കെ, അപ്പൊ അവരുടെ ഡാഡി ആയിട്ടുണ്ടെങ്കിലും ഇപ്പൊ കാലുവേദനയൊക്കെ വന്നാലും മരുന്നിന് പോകാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെയാണ്, തീരെ വയ്യ പാടില്ല എന്നൊക്കെ പറയും. എന്നാ മരുന്നിന് പോകാൻ പറഞ്ഞാലും പോവില്ല. അങ്ങനെയാണ് പ്രായമായവര്. അപ്പോ ചിലവരൊക്കെ ചിലപ്പോ ഇപ്പൊ ഓർത്തഡോക്സ് ഒക്കെ ആയിട്ടുള്ളവരൊക്കെ എന്താണ് അവരുടെ വിശ്വാസം അല്ലെ, അവർക്കൊരു വിശ്വാസം മാറും. അല്ലെങ്കിൽ ചിലപ്പോ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സകളായിരിക്കാം അവർ തുടർന്ന് വരുന്നത്. ഇപ്പോ ആയുർവേദം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ച് അങ്ങനെ മാറ്റുന്നവരായിരിക്കാം. ഡോക്ടറെ അടുത്ത് അവർ തീരെ പോകില്ല. ചിലപ്പോ എന്താണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ, നല്ല സർവീസ് കൊടുക്കുന്ന അലോപ്പതി ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ പോവാതെ അവരെന്ത് ചെയ്യും, അവരെ ഇങ്ങനെ ഉള്ള ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പോകുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ചികിത്സ അങ്ങനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രവേശനം നഷ്ടപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, അതുപോലെ കൾച്ചറൽ, ബിലീഫ്, വാല്യൂസ്. ഓക്കെ ആണോ? ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എൻട്രി ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ അതിന്റെ ഫാക്ടേഴ്സ് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, കൾച്ചറൽ, ബിലീഫ്, വാല്യൂസ്. ലിസ്റ്റ് ഒന്ന് വായിക്കാം. കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, കൾച്ചറൽ ബിലീഫ് വാല്യൂസ് എന്ന് പറഞ്ഞാല് പ്രായമായവര്, പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഒക്കെ ആയിട്ടുള്ളവര് അവര് തന്നെ സ്വയം ചികിത്സിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ആയുർവേദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചു പോകുന്നവരുണ്ടാവാം. അപ്പൊ അവരെന്താണ് ചിലപ്പോ തൊട്ടടുത്ത് നല്ല രീതിയിലുള്ള അലോപ്പതിക് ഹോസ്പിറ്റൽ, നല്ല സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവാം. അവിടെ ഒന്നും പോകാതെ അവരുടെ രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കുകയും അല്ലെങ്കിൽ നല്ല സർവീസ് അവർക്കത് ലഭിക്കാനായിട്ട് എന്താണ് പ്രവേശനം അവർ നഷ്ടപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. അവരുടെ രീതിയിലായിട്ട് അവര് മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ മാറിപ്പോക്കോളും, ചുക്ക് കാപ്പി ഇതൊക്കെ വെച്ച് കുടിച്ച് അവരെന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ നടക്കും. ഡോക്ടറെ കാണാനായിട്ട് പോവില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്, സാങ്കേതിക കഴിവ്. ആക്സസ് ഓക്കെയാണോ? ആക്സസ് ടു സർവീസ് എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് സാങ്കേതിക കഴിവ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ കോമ്പീറ്റൻസ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇൻഡിക്കേറ്റർ സൂചകം. വെരി ഗുഡ്, സൂചകം. ടെക്നിക്കൽ കോമ്പീറ്റൻസ് ആസ് ആൻ indicator of quality assurance suggests that we should have sufficient knowledge and skills to perform our functions in order to provide quality services. അപ്പോ ഈ ടെക്നിക്കൽ കോമ്പീറ്റൻസി അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രൊഫഷൻസി എന്ന് പറയുന്നത് ഒരു എന്താണ്, ക്വാളിറ്റി അഷൂർ ചെയ്യുന്ന ഒരു സൂചകമാണ്, ഇൻഡിക്കേറ്റർ ആണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്തുണ്ടാവണം അറിയാൻ പറ്റോ? ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള ഒരു സർവീസ്, ക്വാളിറ്റിയോടെ നിലവാരത്തോട് കൂടിയിട്ടുള്ള ക്വാളിറ്റി സർവീസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തൊക്കെ ആവശ്യമാണ്? സ്കിൽസ് വേണം.
പിന്നെ വെരി ഗുഡ് സ്കിൽസ് വേണം, ട്രെയിനിങ് കിട്ടണം, ടെക്നോളജി ആവശ്യമാണ്. ഓക്കെ, പിന്നെ എന്ത് വേണം? വെരി ഗുഡ് നോളജ് വേണം അല്ലെ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അല്ലെ. നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള സ്കില്ല് വേണം, നോളജ് വേണം അല്ലെ? ഓക്കെ, ഇനി എന്താണ് എക്സാമ്പിൾ നോക്കാം. One must go to a nursing school and pass the nursing examinations before she can work in nurse. എന്ത് ചെയ്തു? നമ്മളിപ്പോ നേഴ്സ് ആവാനായിട്ട് നമ്മള് +2 ഒക്കെ കഴിയുമ്പോൾ നേഴ്സ് ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് നമ്മൾ പഠിക്കണം അല്ലെ? ഓക്കെ, നമ്മൾ അങ്ങനെ പഠിച്ച് എക്സാംസ് ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ മാത്രം നേഴ്സ് ആവോ? നമുക്കൊരു ജോബിൽ കയറി അല്ലെ? നേഴ്സ് കിട്ടിയ ഒരു ജോബില് നേഴ്സ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് തിയറീസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മാത്രം നേഴ്സ് ആവാൻ പറ്റും? ഇല്ല, എക്സ്പീരിയൻസ് വേണം, പ്രാക്ടീസ് വേണം, അതിനുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. ഓക്കെ, ഈവൻ though we have no longer in school, we have to continue to refine our knowledge by reading health books and attending in service training workshops etc. എന്ത് വേണം? നമ്മുടെ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള റീഡിങ് അല്ലെ? ഹെൽത്ത് ബുക്സ്, റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കണം. അതുപോലെ തന്നെ പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടി അവരതിൽ അവരുടെ ജോലിയിൽ അവരുടെ എക്സ്പീരിയൻസ് ആവുള്ളൂ. Since we are health professionals, we should also understand the limits, that is know what we can do and what we cannot do. Okay, നമ്മൾ ഒരു ജോലി കിട്ടി നമ്മൾ ജോയിൻ ചെയ്തു ഹോസ്പിറ്റലിൽ, അപ്പൊ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അല്ലെ? ഇനി എന്ത് ചെയ്തു? ഒരു നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോ ഒരു രോഗിയെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെ കൊണ്ടുവരുമ്പോ നമുക്ക് എന്താണ്? നമ്മള് അത്ര പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വേണം അല്ലെ? നമ്മുടെ ലിമിറ്റുകൾ നമ്മൾ അറിയണം അല്ലെ? ഓക്കെ, നമ്മളെ അടുത്ത് കൊണ്ടുവന്ന രോഗിയെ ചിലപ്പോൾ നമുക്ക് കണ്ടീഷൻ ചിലപ്പോൾ മോശമാവാം അല്ലെ? രോഗിയുടെ കണ്ടീഷൻ ചിലപ്പോൾ മോശമാവാം. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാം? നേഴ്സ് എന്ത് ചെയ്യും? നമുക്ക് ആ രോഗിയെ നോക്കാനായിട്ട് പറ്റില്ല അല്ലെ? നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? റഫർ ചെയ്യും അല്ലെ? ഓക്കെ, റഫർ ചെയ്ത് കൊടുക്കും. ആർക്ക് റഫർ ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ആർക്കാ റഫർ ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം അനദർ ഹോസ്പിറ്റലിലോട്ട്. അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറെ അടുത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റഫർ ചെയ്ത് കൊടുക്കും അല്ലെ? സീനിയർ സ്റ്റാഫിന്റെ കീഴിലേക്ക് അല്ലെ റഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, with regard to what we cannot do, we are expected to refer them to other center or personnel who are more proficient to tackle them. Our practice should also be controlled by laid down standards and guidelines. Example, standard treatment guidelines. ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരുമ്പോ അതർ സ്റ്റാഫിനുള്ള അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫിന്റെ കയ്യിലോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അതർ ഹോസ്പിറ്റലിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ശരിയായ രീതിയിലുള്ള മാനദണ്ഡങ്ങള് പാലിച്ചും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ആവണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തൊക്കെ സ്റ്റാൻഡേർഡ്സുകളാണുള്ളത് അല്ലെ? എന്തൊക്കെ ഗൈഡ് ലൈൻസുകളാണ് പറഞ്ഞിട്ടുള്ളത്? അതുപോലെ നമ്മൾ പാലിച്ച് വേണം രോഗികൾക്ക് കെയർ കൊടുക്കാനായിട്ട്.
മനസ്സിലായോ? അതാണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ടെക്നിക്കൽ കോമ്പീറ്റൻസ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഇക്വിറ്റി അല്ലെ. ഇക്വിറ്റി എന്ന് പറഞ്ഞാല് സമത്വം. സമത്വം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ക്വാളിറ്റി കൊടുത്തിട്ട് ഈക്വൽ ആയിട്ട് നമ്മുടെ സർവീസ് അല്ലെ, തുല്യമായിട്ട്. അല്ലെങ്കിൽ എന്താണ്, വൃദ്ധരാണ് അവർക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ട, അങ്ങനെ ആർക്കും നമ്മള് സർവീസ് നിഷേധിക്കാനായിട്ട് പാടില്ല. ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും തുല്യതയോട് കൂടിയിട്ട് വേണം ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. നോക്കാം കേട്ടോ. ഇക്വിറ്റി. Quality services should be provided to all people who are in need of them, be they poor, children, adults, old people, pregnant women, disabled, etc. Quality service should be made available in all parts of the country, in village, town, and cities. എന്താണ്, എല്ലാ പീപ്പിൾസിനും അല്ലെ, പുവർ പീപ്പിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിൽഡ്രൻ ആയിക്കോട്ടെ, അഡൽറ്റ് അല്ലെ, അഡൽറ്റ്, അതുപോലെ ഓൾഡ് പീപ്പിൾ അല്ലെ, വൃദ്ധർ ആയിക്കോട്ടെ, പ്രഗ്നന്റ് വുമൻസ് ആയിക്കോട്ടെ, വൈകല്യമുള്ളവരായിക്കോട്ടെ, എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും തുല്യമായിട്ട് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് എല്ലായിടത്തും കൺട്രീസ്, പല കൺട്രീസിലായാലും, അതുപോലെ തന്നെ വില്ലേജസിലായാലും, ടൗൺസിലായാലും, സിറ്റീസിലായാലും അങ്ങനെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള സർവീസ് ആയിരിക്കണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആരെയും നമ്മള് മാറ്റി നിർത്താനായിട്ട് പാടില്ല. ഓക്കെ, തുല്യതയോട് കൂടിയിട്ട് വേണം രോഗികൾക്ക് ഇത് കൊടുക്കാനായിട്ട്, ക്വാളിറ്റി ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ആണ്, ഫോർത്ത് വൺ ആണ് ഇഫക്റ്റീവ്നെസ്. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവ്നെസ് ഫലപ്രാപ്തി അല്ലെ. ഓക്കെ, ഫലപ്രാപ്തി. We are interested in the type of care that generates positive change in the patient's health or quality of life. We therefore provide treatment that are known to be fruitful. Example, giving a child with the diarrhea, oral rehydration, ORS. അപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന രോഗിക്ക് ഫലപ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു വരുന്ന പേഷ്യൻസിന്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ആ സർവീസിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അല്ലെ. പോസിറ്റീവ് ചേഞ്ച് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പോസിറ്റീവ് ചേഞ്ച് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഫേസ് കണ്ടിട്ട്. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും?
ഹെൽത്ത് കണ്ടിട്ടല്ലേ, ബോഡി റിയാക്ഷൻ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള സർവീസ് ആണോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിന് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് ഫലപ്രാപ്തിയുണ്ടോ, ഇഫക്റ്റീവ്നെസ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും അല്ലെ. അവരുടെ ഹെൽത്തിൽ ചേഞ്ച് വരാം അല്ലെ, അല്ലെങ്കിൽ രോഗത്തിൽ കുറവ് വരാം. ഇപ്പൊ ഭക്ഷണം തീരെ കഴിക്കാത്ത കുഞ്ഞാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ചിലപ്പോ ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചിട്ട് വരാം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, രോഗം പകുതി മാറി നല്ല രീതിയിൽ ചിലപ്പോ ഒട്ടും നടക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നടക്കുമ്പോ എന്താണ്, അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഒരു ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള എന്താണ് മാറ്റങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മള് നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോൾ. ഓക്കെ, അങ്ങനെ നമുക്ക് അവരുടെ ലൈഫിലും ചേഞ്ചസുകൾ കാണാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിലൂടെ. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ കൊടുത്തിരുന്നു നോക്കിയേ, ഡയറിയ വന്ന കുട്ടിക്ക് എന്ത് കൊടുത്തു, ORS നമ്മൾ കലക്കി കുടിക്കാറുണ്ടല്ലേ വയറുവേദനയ്ക്ക് വരുമ്പോ അല്ലെ, ഇങ്ങനെ വയറിളക്കം ഡയറിയ അല്ലെ, അങ്ങനെ വരുമ്പോ എന്താണ് കുടിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കലക്കി കൊടുക്കാനായിട്ട് ഹെൽത്തിനൊക്കെ തരാറുണ്ട് അല്ലെ. നമ്മൾക്കായാലും കലക്കിയ പൊടി, പക്ഷെ ആരും കഴിക്കാറില്ല അല്ലെ, അതിന്റെ ടേസ്റ്റ് ചിലപ്പോ പിടിക്കാറില്ല നമുക്ക്, ക്ഷീണം വരുമ്പോ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കലക്കി കൊടുത്തു, ORS കലക്കി കൊടുത്തപ്പോ ആ കുട്ടിയില് ചേഞ്ചസ് വന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ആ മരുന്ന് കൊടുത്തപ്പോ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അത് ഹെൽത്ത് കണ്ടീഷൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, അതിന് ഫലപ്രാപ്തി ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഇഫക്റ്റീവ്നെസ്സിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഇഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ ആ ഇക്വിറ്റി അതും കൂടി ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും വരെ യൂസ് എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇക്വിറ്റി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും, ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും, പുവർ പീപ്പിൾ ആയിക്കോട്ടെ, ചിൽഡ്രൻ ആയിക്കോട്ടെ, അഡൽട്സ് ആയിക്കോട്ടെ, പ്രഗ്നന്റ് ലേഡീസ് ആയിക്കോട്ടെ, വൈകല്യമുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആണോ? ഇത്ര വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.